വെൽക്കം ടു പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്. പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഇവിടെ വന്നിരിക്കുന്നത് ദാസേട്ടനും ഭാഗ്യ ചേച്ചിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കറിയല്ല ഉണ്ടാക്കുന്നത്, തോരനല്ല, അച്ചാറല്ല, മറിച്ച് ചെറുപയർ പായസം. ചെറുപയർ പായസമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ചെറുപയർ പായസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും ട്രഡീഷണൽ ആണ് അല്ലേ? ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള പായസമാണ് ചെറുപയർ പായസം. ഒരുപാട് കാലങ്ങളായിട്ടുള്ള പായസമാണ്. ഓണത്തിന്റെ ശരി, സദ്യയിലും ശരി, ഏതിന്റെയും ഒരു സദ്യയുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള ഒരു മെയിൻ ഒരു വിഭവമാണ് ചെറുപയർ പായസം അല്ലേ? എല്ലാവരും ചെറുപയർ പായസം പല മോഡലിലാണ് ഉണ്ടാക്കുന്നത്, പല ഇടങ്ങളിൽ പല തരത്തിലുണ്ടാക്കും. ഇപ്പൊ നമ്മളിവിടെ ചെറുപയർ എടുത്തിരിക്കുന്നത് പരിപ്പാണ്. തൊലി കളഞ്ഞ ചെറുപയറാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അല്ലെ? തൊലി കളയാത്ത എടുത്തിട്ട് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. തൊലി കളഞ്ഞ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. ചെറുപരിപ്പാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ സദ്യയുടെ എല്ലാ ലെവലുകളും കറക്റ്റ് ആയിട്ട് അറിയുന്ന ഒരാളാണ് നമ്മുടെ ദാസേട്ടൻ. സദ്യയുടെ എന്താ പറയാ എല്ലാ സംഭവം അറിയുന്ന ഒരാളാണ് ദാസേട്ടൻ. അപ്പൊ ദാസേട്ടൻ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ ചെറുപയർ പായസം ഇത് സദ്യയുടെ സ്ഥാനം എത്രയാണ്? അത് രണ്ടാം സ്ഥാനമാണ് ചെറുപയർ പായസം. ഗോതമ്പ് പായസം, കടലപ്രഥമൻ, ഇതൊക്കെ രണ്ടാമത്തെ പായസം. ആദ്യ പായസം, പിന്നെ ഒന്നാം പായസം, പിന്നെ പാലടയോ പാൽപായസം ഒന്നാം സ്ഥാനത്ത്. അപ്പൊ രണ്ടാമത് തരുന്ന പായസമാണ് ചെറുപയർ പായസം. ശരി ശരി ശരി. അപ്പൊ ഭാഗ്യ ചേച്ചി നമുക്ക് പരിചയപ്പെടുത്താം. ഓക്കെ. നമ്മുടെ ചെറുപയർ പായസത്തിന് ചെറുപയറാണ്, പരിപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പയറല്ല, ചെറുപരിപ്പ്. തൊലി കളഞ്ഞ ചെറുപരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ശർക്കര, അത് ആവശ്യത്തിന് എടുക്കാം. ഇവിടെ നമ്മൾ 3 തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്കായ, പിന്നെ വറുത്തുകൊട്ട, കുറച്ച് നെയ്യ്, ഉപ്പ് ലേശം, ഒരു നുള്ളിടാൻ വേണ്ടി അതിന്റെ കട്ട് പോവാൻ കുറച്ച് ഉപ്പും വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം. ഇത്ര ഇൻഗ്രീഡിയൻസ്. 1 കിലോ എടുത്തിട്ടുണ്ട് നമ്മൾ. 1 കിലോ എടുത്തിട്ടുണ്ട്. 1 കിലോ ചെറുപയർ വെച്ചിട്ടാണ് നമ്മൾ പായസം. 1 കിലോന് 3 തേങ്ങ എന്നുള്ള കണക്കാണ് എടുക്കുന്നത്. ശർക്കരക്ക് പിന്നെ കണക്കില്ല, അത് ആവശ്യത്തിനാണ് എടുക്കുന്നത്. നമ്മുടെ ആവശ്യത്തിന്. അപ്പൊ നമ്മൾ പായസത്തിൽ ആദ്യം ചെയ്യുന്നത് എന്താണ്? ആദ്യം നമുക്ക് ചെറുപരിപ്പ് ഒന്ന് വറുത്തെടുക്കാം. വറുത്ത് കഴുകിയിട്ട് നമുക്ക് വേവിക്കാനിടാം. അപ്പോഴേക്കും ഈ 3 തേങ്ങ ഒന്ന് ഉടച്ച് ചിരവി തട്ട് ഏർപ്പാടാക്കാൻ. അത് ചിരവിട്ട് നമുക്ക് പാലെടുക്കണം. അപ്പൊ അതിനൊന്ന് ഉടച്ച് ചിരവാൻ കൊടുക്കാം. തേങ്ങ ഉടച്ചിട്ട് തുടങ്ങാല്ലേ? ഓക്കെ. തേങ്ങ ഉടക്കുന്ന ആള് ദാസേട്ടനാണ്. തേങ്ങ ഉടക്കുന്ന ആള് ദാസേട്ടനും വെള്ളം കുടിക്കുന്ന ആള് ഞാനാണ്. തേങ്ങ ഉടച്ചു കഴിഞ്ഞു. നമുക്ക് തേങ്ങ ചിരവല്ലേ? തേങ്ങ ചിരവുമ്പോ ഞാൻ ഇതിനൊന്ന് പരിപ്പൊന്ന് നമ്മൾ വറുത്തെടുക്കാം. ഗ്യാസ് ഓണാക്കട്ടെ. ഇത് വറുക്കാന്ന് പറഞ്ഞാൽ ഒരുപാട് വറുക്കാൻ പാടില്ല. ഒന്ന് ചൂടായി മതി. ഫുള്ളായിട്ട് സിമ്മിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. ഞാൻ ഈ ചെറുപരിപ്പ് ഒന്ന് വറുത്തെടുക്കുമ്പോഴേക്കും ഈ തേങ്ങ ഒന്ന് ചിരവി വെക്കണം. അത് ആ സൈഡിൽ ഒരു കഷ്ണം തേങ്ങ മുറിച്ചിട്ട് ചെറിയ കൊത്താക്കിട്ട് വറുത്ത് കൊട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ വറുത്ത് കൊട്ടാനാണ്. അപ്പൊ ഇതിനൊന്ന് ചിരവി കൊടുക്കും. ഞാൻ ഇതിനൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ ചെറുപരിപ്പ് നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് കഴുകിയെടുത്ത് നമുക്ക് വെള്ളം ഇതിലേക്ക് വെച്ചിട്ട് അതിൽ കൊട്ടാം. ഗ്യാസ് ഓണാക്കാം. നമ്മുടെ ഉള്ളി ചൂടായി. എനിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം കേട്ടോ. വെള്ളം ഒന്ന് ചൂടാവട്ടെ. ഞാൻ അപ്പോഴേക്ക് ഈ ചെറുപരിപ്പൊന്ന് കഴുകി എടുത്തിട്ട് വരാം. അപ്പൊ നമ്മുടെ വെള്ളം ചൂടായിട്ടുണ്ട്. ഇനി കഴുകി വെച്ച പരിപ്പാണ് കേട്ടോ, ചെറുപരിപ്പ്. അതിന് ഇതിൽ ചേർത്ത് ഇടാം. അപ്പൊ നമ്മള് പരിപ്പിട്ടു. നന്നായി തിള വരുന്നുണ്ട്. ഇനി ഇതൊന്ന് വേവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. നമ്മുടെ ചെറുപരിപ്പ് വെന്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും തേങ്ങ ചിരവേന് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാം. തേങ്ങാപ്പാൽ കഴിഞ്ഞു. തേങ്ങാപ്പാൽ എടുക്കാം. ഒന്ന് അരച്ചെടുക്കാം.
പരത്തിക്കൊട്ടാം. ബാക്കിയുള്ളത് കൂടെ അരച്ചെടുത്തിട്ട് വരാം. നമ്മുടെ പരിപ്പ് നന്നായി വന്നിട്ടുണ്ട്. നന്നായി നന്നായി വന്നിട്ടുണ്ട്. അരമണിക്കൂറായി. നന്നായി വന്ന് ഇനി നമുക്കതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര പൊട്ടിച്ചിടാം. ശർക്കര ഇങ്ങനെ പൊട്ടിക്കാൻ കാരണം എന്താണെന്നറിയോ? ചിലവര് വിചാരിക്കും പൊട്ടിക്കാത്ത ഇട്ടുകൂടെന്ന് വിചാരിക്കും. പക്ഷെ ഇതിന്റെ ഉള്ളിൽ ചിലപ്പോ ചളി ഉണ്ടാവും. അപ്പൊ ചളി നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊട്ടിച്ചിടുന്നത്. നമ്മളിങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത് ചിലതിൽ കാണാം ഉള്ളില് ബ്ലാക്ക് കളറിലെ ചളി ഉണ്ടാവും. അത് നമ്മൾ പൊട്ടിച്ച് വൃത്തിയുണ്ടോ നോക്കിയിട്ടാണ് ഇടുന്നത്. മതിയല്ലേ? നമുക്കത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. ശർക്കര നോക്കിയിട്ട് നമുക്ക് മധുരം വേണമെങ്കിൽ ചേർക്കാം. അതൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കും. അടി പിടിക്കാതെ ഇളക്കണം. പക്ഷെ ഞാൻ 1-ാം പാല് 2-ാം പാലൊന്ന് എടുക്കാം. പായസത്തിന്റെ രൂപം ഇങ്ങനെ മാറി 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 വരുന്നുണ്ട്. ഈ ഒരു രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പാലൊക്കെ ചേർക്കുമ്പോഴേക്കും തേങ്ങാപ്പാൽ ചേർക്കുമ്പോ അതെ റെഡിയാവും. രൂപമാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോ ശർക്കര ഇട്ടപ്പോ കളറെല്ലാം മാറി. നമ്മുടെ ശർക്കരയൊക്കെ നന്നായി അലിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നന്നായി അരിഞ്ഞു. പായസം നന്നായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോ 2-ാം പാല്, 1-ാം പാലും 2-ാം പാലും എടുത്തിട്ടുണ്ട്. 2-ാം പാല് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കാം. ഇത് നന്നായി ഒന്ന് തിള വരട്ടെ കേട്ടോ. 2-ാം പാൽ ഒഴിച്ചു തിളച്ചു. ഇനി നമുക്ക് 1-ാം പാല് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. ഒന്നുകൂടെ നന്നായി തിളക്കട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ 1-ാം പാൽ ഒഴിച്ചു, നന്നായി തിളച്ചിട്ടുണ്ട്. തിള വന്നു. ഇനിയിപ്പം ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഇപ്പൊ അടുത്തത് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇല്ലേ? അതൊന്ന് വറുത്ത് കൊടുക്കണം. നമുക്ക് അപ്പോഴേക്ക് 2 കല്ല് ഉപ്പ് ചേർത്തിട്ട് ഓഫ് ചെയ്യാം. ഉപ്പ് 2 കല്ല് കേട്ടോ. അതാ ഇത്രയുള്ള ഉപ്പ് ഒരു പൊടിക്ക് ഇതാ ചെറുതായിട്ട് 2 കല്ല് അത് ചേർത്ത് കൊടുക്കാം. എന്നാലേ പായസം കുടിക്കുമ്പോ ഒരു കട്ട് പോകും. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തരി കൊടുക്കാം. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ചൂടായിട്ടുണ്ട്. ഇനി തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. നമ്മുടെ തേങ്ങാക്കൊത്ത് നന്നായി മൂത്തിട്ടുണ്ട്. ഇനി പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. പണ്ട് കാലത്തൊക്കെ ആൾക്കാർ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇടാറില്ല. ഇത് മാത്രമേ ഇടുള്ളൂ. തേങ്ങാക്കൊത്ത് മാത്രം ഉണ്ടായിട്ടുള്ള പായസമായിരുന്നു. പക്ഷെ ഇതാണ് ഇതിന്റെ മെയിൻ അല്ലേ? തേങ്ങാക്കൊത്ത്. നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർക്കാം. അണ്ടിപ്പരിപ്പ് നന്നായിട്ട് ആയിട്ടുണ്ട്. അത് നമുക്കിതിൽ പായസത്തിൽ ചേർക്കാം. തേങ്ങാക്കൊത്തായി, അണ്ടിപ്പരിപ്പ്, ഏലക്കായി ഇട്ടുണ്ട്. നെയ്യ് ആയതുകൊണ്ട് കുഴപ്പമില്ല. അതിൽ ആയാലും കുഴപ്പമില്ല. ഇനി മുന്തിരി ചേർക്കാം. ലാസ്റ്റ് നമ്മള് കടുക് ഒഴിക്കണ പോലെ ഒഴിക്കാം മുന്തിരി. ഈ നെയ്യോട് കൂടിയിട്ട് ഈ മുന്തിരി പായസത്തിലേക്ക് ഒഴിക്കും.
റെഡി. അപ്പൊ നമ്മുടെ ചെറുപരിപ്പ് പായസം റെഡി. ഇനി ഒന്നുമില്ല ഇതിലേക്ക്. പായസം റെഡിയായി. ടേസ്റ്റ് നോക്കല് മാത്രമേ ഉള്ളൂ. സദ്യക്ക് ഒരു 100 കൂട്ടം എന്നതിലെ ഒരു വിഭവമായ പായസം നമ്മുടെ എന്ത് പായസമാണ്? ചെറുപയർ പായസം. ചെറുപയർ പായസം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അതിന്റെ അറേഞ്ച്മെന്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ടേസ്റ്റ് നോക്കല്. അതന്നെ. നോക്കാം. ഒന്ന് ഇളക്കിയിട്ടെടുക്കാം. ഒന്ന് ഇളക്കിയിട്ട് എന്നാലും അതിന്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് ഒക്കെ കിട്ടുള്ളൂ. ആ നെയ്യന്റെയും അണ്ടിപ്പരിപ്പും മുന്തിരിയുടെ ഒക്കെ അതെ ആണോ? നല്ല പോരാ പോരാ. മധുരം എല്ലാം പാകം. എനിക്കത്ര പോരാ. മധുരം പോരാ. മധുരം പോരാ. പായസം പോരാട്ടോ. പക്ഷെ കുടിക്കണ്ട കേട്ടോ. പായസം പോലെയൊക്കെ കുടിക്കണ്ട. നമുക്ക് കുടിക്കണം. അതുകൊണ്ട് പറയാൻ പറ്റില്ല. പോരാത്ത മതി നല്ല ആള് കുടിച്ചോളൂ. പോരാത്ത ആള് കുടിക്കണ്ട. നല്ലപോലെ ചെറുപയറ്, നല്ല പറങ്കി പരിപ്പ്, മുന്തിരി, പിന്നെ ശർക്കര എല്ലാവരും ഇട്ട് നെയ്യൊക്കെ ഇട്ട് ഉണ്ടാക്കിയ പായസം കുടിച്ചപ്പോ ടേസ്റ്റ് പോരാ. അതെ. ഞാനും ക്യാമറാമാനും നോക്കിക്കൊണ്ടേ നിൽക്കുക ഇവിടെ. ഇപ്പൊ അത് തന്നില്ലെന്ന് വേണ്ട. ചൂട് പോരല്ലേ? പോരാ. ധാരാളം. സൂപ്പർ, അടിപൊളി ടേസ്റ്റ്. ഞാൻ വെച്ചതുകൊണ്ട് പറയല്ല, സൂപ്പർ ആയിട്ടുണ്ട്. വെച്ചാള് സൂപ്പറാണെന്ന് പറയണു. ടേസ്റ്റ് നോക്കിയ ആൾക്കാർ സൂപ്പർ അല്ല എന്ന് പറഞ്ഞാ ഇതിന്റെ അർത്ഥം എനിക്കിഷ്ടായി. ഓക്കെ. അപ്പൊ ഈ പായസം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന പായസമാണെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മളൊരു വിഭവം ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ട് മാത്രം സദ്യക്ക് ഒരു 100 കൂട്ടം പായസം എന്തായാലും സൂപ്പറാണ്. സൂപ്പർ പായസം. അപ്പൊ നിങ്ങൾ അറിയാത്തവർ വീട്ടിൽ ട്രൈ ചെയ്യാം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ടാപ്പ് അടിച്ചു കൊടുക്കുക. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെയും എല്ലാവർക്കും പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്കിന്റെ ബൈ.